ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളിന്ന് ലുലു മാളിൽ പോവാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിംഗ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇനിയും കുറേ വീഡിയോ ഒക്കെ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ലുലു മാളിൽ അന്ന് ലുലു മാളിൽ പോയതിൻ്റെ വീഡിയോ ഉണ്ടാകും. അവിടെ മാംഗോ ഫെസ്റ്റ് നടപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത് കണ്ടോ, ഇത് റോഡ് തൂക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് റോഡ് തൂക്കുന്ന വണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മൾ ലുലു മാളിൽ പോയതാണ്. ഇനി കുറേ വീഡിയോസ് ഇടാനുണ്ട്, അതൊക്കെ ഞാൻ പുറകെ ഇടാം. പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലുലു മാളിൽ നമ്മൾ പോയിടാമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഫണ്ടൂര എന്ന് പറയുന്നിടത്ത് കയറണമെന്നുണ്ട്. അപ്പം അതിനും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് പോകുന്നത്. അവിടെ ഭയങ്കര ക്രോസ് ആയിരുന്നു കേട്ടോ പോകുന്ന വഴിക്കും. അങ്ങനെ ഐക്യ എത്തി. ഐക്യയുടെ അപ്പുറത്താണ് ലുലു മാള്. ലുലു മാളും ഐക്യ ഒരുമിച്ച് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള രീതിയിലാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ പാർക്കിങ്ങിനുള്ളിൽ കൂടിയാണ് കയറിയത്. ഈ വണ്ടി കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനുള്ളിൽ കയറി. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ നിന്നത്. ഇപ്പോൾ ഞങ്ങളങ്ങോട്ട് സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് തേർഡ് ഫ്ലോറിലോട്ടാണ് ആദ്യം. ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനത്തെ ഒക്കെ മാർക്കറ്റാണ്. സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഐറ്റംസും, തേർഡ് ഫ്ലോറിൽ ഇങ്ങനത്തെ ഒക്കെ കളിക്കുന്നതൊക്കെ ആണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് പോയത്. ഹൽക്കിനെയൊക്കെ കണ്ടിട്ട് അവിടെ പടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫണ്ടൂറ എന്നല്ല പറയുന്നത്, ഫണ്ടാസ്മോ എന്നാണ് പറയുന്നത് കേട്ടോ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ താഴത്തെ വ്യൂ ഉണ്ട്. താഴത്തെ ആരും ഇല്ല ഗൈസ്. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ലുലു മാൾ കാണണം, ഭയങ്കര ആളുകളല്ലേ. പക്ഷേ ഇവിടെ അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ, ഇല്ല ലുലു മാളിൽ. അപ്പോൾ അതെ, ഇങ്ങനെ കണ്ടു ഫണ്ടാസ്മോയിൽ കയറിയപ്പം തന്നെ എനിക്ക് ഫണ്ടൂരെന്ന വഴി വരത്തുള്ളൂ, അതൊന്നും സാരാക്കളെ. അപ്പോൾ കുറേ നമ്മളൊരു എന്ത് പറയണമെന്ന് അറിയത്തില്ല, ഭയങ്കര ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ആണ് കേട്ടോ. ഇതിലൊരാളെ ഉള്ളൂ, പക്ഷെ അതിങ്ങനെ കറങ്ങുന്നതാണെയോ. അപ്പോൾ ഇതിവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേർക്കുള്ളതുകൊണ്ട്. വലിയവർക്ക് ഇത് ഇങ്ങനെ മേളിക്കൂടി ഇങ്ങനെ പോകുന്നതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് നല്ല രസമാണ് കാണാനും. പിന്നെ ഇങ്ങനെ കുറേ കടുവയും എന്താണ് റാബിറ്റും അങ്ങനത്തെ ടൈഗറും അങ്ങനത്തെ കുറേ സാധനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലാണെങ്കിൽ മാളിയും താഴോട്ട് വരുന്ന കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോകുന്നതും. പിന്നെ അത് ഏറ്റവും ഉയരത്തിൽ നമ്മൾ പോകുമ്പോൾ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം. ഞാൻ ഉദ്ദേശിച്ചത് താഴെ നിൽക്കുന്നതും എല്ലാവരെയും കാണാനൊക്കെ കഴിയും. അങ്ങനെ ഇങ്ങനെ പതിയെ സ്ലോയിൽ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ വേഗം പോകുമല്ലോ. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഇങ്ങനെ വേഗം പോകണമെന്നാണ്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് കണ്ടത്. ഈശ്വര, എന്തോ ഇതൊന്നും നോക്കിയിട്ട് നിന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കറങ്ങുന്നു. ഇത് ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിലൊന്നും കയറാൻ എനിക്ക് പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കയറിയൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് കയറിയിരുന്നു. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാനും പറ്റുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കയറി കളിച്ചു. അത് കഴിഞ്ഞ് ഇതിലും കയറി ഇരുന്നു കളിച്ചു. അപ്പം ഇച്ചിരി ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മാംഗോ ഫെസ്റ്റ് കാണാനല്ലേ വന്നതെന്ന്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ മാംഗോ ഫെസ്റ്റ് കാണാനാണ് വന്നത് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ഫണ്ട് കുറേ കയറി, ഫണ്ട് ഹൗസ് മൈലും കയറി. ഇത് കണ്ടോ ഗൈസ്, ഇതെന്തോ ഒട്ടകോ ജിറാഫോ കണ്ടാണ് കേട്ടോ. അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ എല്ലായിടത്തും കയറി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിട്ട് തന്നെ കുറച്ച് ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഈ കാർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ഗ്രീൻ കളറിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ കാറ് പോലെ ആയിരുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെ മെറി ഗോ റൗണ്ട് എന്തോ സാധനമാണ്, ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ഇതെനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു വാട്ടർഫോൾ പോലെ എന്തോ ഉണ്ടായിരുന്നു. അത് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാറു അതിനുള്ളിൽ കയറി. ഞാനിങ്ങോട്ട് തിരിഞ്ഞ് അമ്മയെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പാറു അതിനുള്ളിൽ കയറിയിരുന്നു ഗൈസ്. അങ്ങനെ കുറേ പേര് ഇങ്ങനെ കുറേ കുട്ടികളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പാറു അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. ഞങ്ങൾ താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോയത്. സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് കാര്യമില്ല, നമ്മൾ ഡ്രസ്സ് എടുക്കാനല്ലല്ലോ വന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് മാംഗോസ് ഞങ്ങൾ പർച്ചേസ് ചെയ്തു. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതിനാണ് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പോയപ്പം ഫുഡ് കോർട്ട് കണ്ടു. ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രില്ലഡ് ചിക്കനും ഗാർലിക് ഗ്രില്ല് ചിക്കനും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഷവർമ, മോമോസ് അങ്ങനത്തെ കുറേയൊക്കെ കിട്ടും ഇവിടെ കുറേ ഭക്ഷണങ്ങളുണ്ട്. പിന്നെ മാംഗോ കൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മാംഗോ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാംഗോ ഫെസ്റ്റിലേക്കാണ് പോയത്. മാംഗോ ഫെസ്റ്റിനകത്ത് എല്ലാ കൺട്രീസിലെയും മാംഗോ ഇവിടെ ഉണ്ടാകും. ഇത് ഇന്ത്യയിലെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡിൽ ഒറിയലിനൊക്കെ ഇട്ട്. അപ്പോൾ പാറു പറഞ്ഞു കേട്ടോണേ കേട്ടോ ഗൈസ്, അവൾ പറഞ്ഞു കേട്ടോ തേങ്ങ കൂട്ടത്തെ മാങ്ങാന്ന്. അതൊക്കെ അത്രയ്ക്ക് വലിയ മാങ്ങകളാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം പറയാം. ഈ ശ്രീലങ്ക, പിന്നെന്തൊക്കെയാണ് ബ്രസീൽ, അങ്ങനത്തെ കുറേ രാജ്യത്ത് നിന്ന് ഈ മാങ്ങകളില്ല, രാജ്യത്തിലെ മാങ്ങ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാണാൻ മാത്രമല്ല നമുക്ക് മേടിക്കാനും പറ്റും. പിന്നെ ഇത് കണ്ട ഇന്ത്യയിലെയാണ്, കുഞ്ഞു മാങ്ങയാണ് കേട്ടോ, കുഞ്ഞി മാങ്ങയില്ലേ ആ മാങ്ങകൾ. അപ്പോൾ ഇത് ഞങ്ങൾ മേടിച്ചില്ല, അത് മേടിച്ചില്ല ഞങ്ങൾ. പിന്നെ ഈ മാങ്ങകൾ ഞങ്ങൾ കുറച്ച് മേടിച്ചിരുന്നു. നല്ല മാങ്ങകളായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ മാങ്ങകളാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ലുലുവിൻ്റെ ഫ്രണ്ടിലായിട്ട് മാംഗോ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ മാങ്ങയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളുടെ ഒമാനിലേത് അങ്ങനെ കുറേ സ്ഥലങ്ങളിലെ ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങൾ മലബാർ കഫേയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഡിന്നറിന് വേണ്ടി നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി കയറിയതാണ്. അച്ഛൻ പോയി ഓർഡർ കൊടുത്ത് മേടിക്കുകയാണ്. ഞാനും പാറും അമ്മയും അവിടെ ചെയറിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ലേറ്റായി പോവാണ് വീഡിയോ ഒക്കെ ഇടാൻ. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ബൈ ബൈ, സീ യു.